ഹായ് എവരിവൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പിയായും സേഫായി ഹെൽത്തി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക. ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് കാണുന്നത് അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക്, നിങ്ങളെ അവഗണിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ? അപ്പം നിങ്ങളെ പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ ഒരു വലിയ വാല്യൂം കിട്ടാതെ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കാണുന്നത് പല തീരുമാനങ്ങളും എടുത്ത് ഉറച്ച മനസ്സോടെ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണുന്നത്. ഇവിടെ കാണുന്ന പുതിയ പ്രതീക്ഷ, പുതിയ ജീവിതം, പുതിയ ഐഡിയാസുകളൊക്കെ മനസ്സിൽ കൊണ്ട് മുന്നോട്ടേക്കുള്ള ജീവിതത്തിന് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തി, ഒരു ലേഡീനെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിട്ടുള്ള സോഡിയക് സൈൻസ് പറഞ്ഞാൽ വാട്ടർ എനർജി ക്യാൻസർ, സ്കോർപിയോ, പൈസിസ്. എർത്ത് എനർജി ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. ജെമിനി, കാപ്രിക്കോൺ, വിർഗോ, ഏരീസ്. ഫയർ എനർജി ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. കർക്കിടകം, വൃശ്ചികം, മീനം. ഇടവം, കന്നി, മകരം. മിഥുനം, മകരം, കന്നി, മേടം, ചിങ്ങം, ധനു. നമ്പേഴ്സ് 11, 14, 10, 3, 9, 4, 19. അപ്പോൾ നിങ്ങളെ അവഗണിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പം അവഗണിക്കാൻ കാരണം ഈ വ്യക്തി ഒരു ഈഗോ ഉള്ള വ്യക്തിയാണെന്ന് പെട്ടെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പക്ഷേ ഇവരാകെ ഈ വ്യക്തി ആകെ ഒരു സാമ്പത്തിക ഏതോ ഒരു അവസ്ഥയിൽപ്പെട്ട് മുങ്ങിയിരിക്കുന്ന അവസ്ഥ. പല ജീവിതത്തിൽ നിന്ന് വേണ്ടപ്പെട്ട പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുന്നുണ്ട്. ഏതൊക്കെയോ ഒരു ആകെ പെട്ടൊരവസ്ഥ, ആകെ മുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിൽ മുന്നോട്ടേക്ക് പോകാനുള്ളൊരു വഴി കാണാതെ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ പല കാര്യങ്ങളും കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അറിവുള്ള ആളുകളോട് അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു, ചോദിക്കുന്നൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മുന്നോട്ടേക്ക് തന്നെ വരണം, ഒരു ഓഫറുമായി വന്നാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു ഓഫറുമായി വന്നാലോ, ഇതുവരെ അവർ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായി നിങ്ങളുടെ മനസ്സ് മാറിയാലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരൊരു നിങ്ങളുമൊത്തൊരു നല്ലൊരു ജീവിതം വേണമെന്ന് ഇപ്പോഴാഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മുമ്പ് അത് ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോഴത് ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ അങ്ങനത്തെ ഒരു എല്ലാം അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ച് നിൽക്കുന്ന വ്യക്തികളെ കാണുന്നത്. പല ജീവിതത്തിൽ സാഹചര്യങ്ങളിലൂടെ പല കാര്യങ്ങളും അവർക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും എൻഡാക്കാൻ തീരുമാനിച്ചതായിട്ട് അവിടെ സ്പ്രെഡ് ചെയ്തതിൽ കാണുന്നത്. എന്നിട്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമൊത്തുള്ളൊരു നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കണം, കഴിഞ്ഞതൊക്കെ മറന്നിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് വിചാരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ഓഫറുമായിട്ട് വരണം എന്ന് ഫസ്റ്റിൽ ഓഫറുമായിട്ട് വരാനും ലാസ്റ്റിൽ ഒരു ഫുൾഫിൽമെൻറ്റുമാണ് കാണുന്നത്. അപ്പോൾ ഇവർ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും നിങ്ങളോട് പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് ഇപ്പം ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എൻഡാക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത്. പല ജീവിതത്തിലുണ്ടായ സാഹചര്യങ്ങളും എൻഡാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുവേണ്ടി മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം നീ എന്താ ചെയ്യുക, മുന്നോട്ട് പോകുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചെന്ന് പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി സംസാരിക്കുന്നു, ചോദിക്കുന്നു, പറയുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പുതിയ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവരുടെ ഈഗോ ഒക്കെ മാറ്റി വെക്കാൻ തീരുമാനിച്ചതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നത്. അപ്പോൾ ഇത് വീണ കാട്ടട പേജ് ഓഫ് കപ്സാണ് ഫസ്റ്റ് തന്നെ വന്നത്, പേജ് ഓഫ് കപ്പിൽ. അപ്പം ഇവിടെ കാണുന്നത് നിറഞ്ഞു തുളുമ്പുന്ന ഒരു സ്നേഹം, അതുമായിട്ട് നിങ്ങളിലേക്ക് വന്നാലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ സ്വീകരിക്കുമോ, ഈ സ്നേഹം നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം ഇതുവരെ അവർ ചെയ്തതൊക്കെ അവരോട് മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ തന്നെ തീരുമാനിച്ചു എന്നാണ് ഇവിടെ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തത് ഒരു കിങ് ഓഫ് കപ്പാണ്. കിങ് ഓഫ് കപ്പ് എന്ന് പറയുമ്പം രാജാവാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അതിനുള്ള ഒരു വാല്യൂ കിട്ടുന്നില്ല. അപ്പം ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ ഒരു അവസ്ഥ ഹെയർ ഓഫ് പെൻഡാണ്. അപ്പം ഒരുപാട് പ്രാർത്ഥനയിൽ കൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ വ്യക്തിയെ
അപ്പോൾ ഈ പേഴ്സണ് പല കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴാണ് ബോധ്യം വന്നത്, ഇപ്പോൾ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾ ഒരു മാരേജൊക്കെ ആയിട്ട് മുന്നോട്ട്, അതാണ് ഇവിടെ ഒരു ഓഫറായിട്ട് നിൽക്കുന്നത്. ഒരു മാരേജൊക്കെ ആയിട്ട് മുന്നോട്ട് വന്ന ഒരു ഓഫർ, അതിനുള്ളൊരു ഓഫറുമായിട്ട് വന്നാലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. അവർക്കിപ്പോഴാണ് ബോധോദയം ഉണ്ടാകുന്നത്, ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നത്. അവരിപ്പോൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാത്തിൽ നിന്നും മാറണമെന്ന് അവർ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിലെ പല സാഹചര്യങ്ങളും അവരെ കുറേ പാഠങ്ങൾ പഠിപ്പിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു ഓഫറുമായിട്ട് വന്നാലോ ചിന്തിക്കുന്നത്. ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ കഴിഞ്ഞ നിങ്ങളോട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ പല രീതിയിലും അവഗണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ ആ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട്, അവർ എന്തൊക്കെ നിങ്ങളോട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവസാനിപ്പിച്ചിട്ട് ഒരു സ്നേഹത്തോടെ നിങ്ങളോട് പെരുമാറണം എന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം. അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളെ വിട്ട് പിരിയാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം അവർക്ക് കിട്ടിയേ മതിയാവൂ, അതാണ് അവരും ചിന്തിക്കുന്നത്. അപ്പം നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എന്തൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു, അവരെന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പെരുമാറും, അവരുടെ ആറ്റിറ്റ്യൂഡ് ഏതൊക്കെ രീതിയിലായത് അതൊക്കെ മാറ്റണം. എന്നിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കണം. അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിലെ തെറ്റും കുറ്റമൊക്കെ അവർ പൊറുക്കാൻ തന്നെ തീരുമാനിച്ചു. അത് തീർച്ചയായും പൊറുക്കുന്നു എന്നാണ് കാണുന്നത്. 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളെ വിട്ട് പിരിയാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അങ്ങനത്തെ ഒരു ബന്ധമാണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമായിട്ടാണ് കാണുന്നത്. അവർക്ക് എന്തൊക്കെ അവഗണനയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. ഇപ്പോൾ 2 കാർഡ്സ് ഇവിടെ കിട്ടുന്നത്. ഒരുപാട് സ്നേഹമായിട്ടാണ് ഒരു ഓഫറുമായിട്ട് വരാനൊക്കെ ഇങ്ങനത്തെ കാർഡാണ് കിട്ടിയിരുന്നത്. ഒരു മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ ഒരു മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവർ ചെയ്ത തെറ്റുകൾ അവർക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട്, അവർ ചെയ്ത തെറ്റിനെ കുറിച്ചിട്ട്. ഒരു ഹെർമിറ്റിൻ്റെ എനർജി വന്നു. അപ്പോൾ അവർ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പലരോട് ചോദിച്ച്, അല്ലെങ്കിൽ ഒരു മൂന്നാമത് ഒരു വ്യക്തി അവരുടെ ഇടയിൽ ഇടപെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇത് സോൾവ് ചെയ്യാൻ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറി, ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ മാറി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി തന്നെ അവർ തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്കിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒറ്റയ്ക്കിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവർ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. അവരിപ്പോൾ മറ്റുള്ള ആളുകളുള്ള ഇടപെടലുകൾ ഏതൊക്കെ രീതിയിലാണ് മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ മാറി ഒറ്റയ്ക്കിരുന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കും, അവരുടെ ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് പല പരിഹാരങ്ങളും കണ്ടെത്താൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല തീരുമാനങ്ങളും എടുക്കുന്നതായിട്ട് കാണും. ഒരു നിശബ്ദമായിരിക്കുമ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരോട് സംസാരിക്കാതെ പല കാര്യങ്ങളെക്കുറിച്ചും സ്വയം ചിന്തിക്കാനുള്ള ഒരു ബോധം വരുന്നത്. അന്നേരം പല കാര്യങ്ങളും ഒക്കെയുള്ള ഉത്തരവും നമ്മൾക്ക് കിട്ടും. പല ചിന്തകൾക്ക് വ്യക്തത വരും. അപ്പോൾ അനാവശ്യമായ ഇടപെടലുകളോ അഭിപ്രായങ്ങളോ ഇല്ലാതെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കാൻ പറ്റിയ ഒരു അവസ്ഥ ഉണ്ടാകും. ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഏകാഗ്രതയും നിശബ്ദതയും മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുകയും സാഹചര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ സഹായിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആ വ്യക്തി ഇരിക്കുന്നത്. പല കാര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവർക്കിപ്പോൾ വന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ച് സ്വയം മനസ്സിലാക്കാനും പല കാര്യങ്ങളെക്കുറിച്ച് തെറ്റ് ശരി മനസ്സിലാക്കാനും വിശ്വസിക്കാനൊക്കെ കഴിയുന്നു എന്നാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. സെൽഫ് ബിലീഫിൽ നിന്നാണ് യഥാർത്ഥ സ്ട്രെങ്ത് വരുന്നത്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് ജനിക്കുമ്പോൾ കിട്ടുന്നില്ല, അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മറ്റുള്ളവരിൽ നിന്ന് പല ഉപദേശങ്ങൾ കേട്ടിട്ടോ പല കാര്യങ്ങൾ മനസ്സിലാകുന്നതുകൊണ്ടോ അവർക്ക് ഒറ്റയ്ക്കിരുന്ന് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. അവർ ചെയ്ത തെറ്റുകൾ അവർ തിരിച്ചറിയുന്നുണ്ട്, അവരെന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു സ്വയം ബോധ്യം വരുന്ന ഒരു സമയമാണ്. എല്ലാം മനസ്സിലാക്കുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഒരു ഹാങ്ഡ് മാൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വയം ബോധം ഇപ്പോൾ വന്നതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചൊരു അവബോധം അവരുടെ ഉള്ളിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഈ എന്താ മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെ പോകണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അത് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയായിരുന്നു എന്ന് അവർക്ക് ഇപ്പോഴാണ് ബോധം വരുന്നത്. എല്ലാവരെക്കാട്ടും ഒരു അട്രാക്റ്റീവായ വ്യക്തിയായിരുന്നു, ആർക്കും ഇല്ലാത്ത എന്തൊക്കെയോ പ്രത്യേകതകൾ നിങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ഇവർ ഒറ്റയ്ക്കിരുന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. നിങ്ങൾ അത്രയും അട്രാക്റ്റീവായ വ്യക്തികൾ, നിങ്ങൾ ആർക്കും ഇല്ലാത്ത പല കാര്യങ്ങളും പല സ്വഭാവങ്ങളും ജീവിതങ്ങളും ഒക്കെ നിങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന ഒരു ബോധം ഇവർ ഒറ്റയ്ക്കിരുന്നപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ കൂടെ ഉള്ളപ്പോൾ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയില്ല. ഇപ്പോഴാണ് അവർക്ക് എല്ലാ തിരിച്ചറിവും വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് അവബോധം വരുന്നതായിട്ട് കാണുന്നുണ്ട്. രണ്ട് ക്യൂൻ ഓഫ് ഇത് എംപ്രസിൻ്റെ കാർഡാണ്. രണ്ടെണ്ണം ഇവിടെ വന്നു. ഇവിടെയും എംപ്രസ്സാണ്, ഇതിപ്പോൾ എംപ്രസ്സാണ് വന്നത്. അപ്പം അത്രയും അട്രാക്റ്റീവായ വ്യക്തി, നിങ്ങളെപ്പോലെ മറ്റൊരു വ്യക്തിയെ ഈ പേഴ്സൺ കണ്ടിട്ടില്ല എന്ന് ഇവർക്ക് ഇപ്പം ബോധ്യം വന്നു. ഇപ്പോഴാണ് ഇവർക്ക് എംപറർ ആൻഡ് എംപ്രസ്സാണ് കിങ്. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ കൂടുതലായിട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെപ്തുള്ള ബന്ധമായിരിക്കും, റിലേഷൻഷിപ്പിൽപ്പെട്ട് സെപ്പറേഷനിൽ നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് അപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്, വരുമെന്നുള്ള പ്രതീക്ഷ ഒരുപാടുള്ളതായിട്ടാണ് കാണുന്നത്. ഒരുപാട് സ്നേഹമുണ്ട്, സ്നേഹിക്കാനും കെയർ ചെയ്യാനൊക്കെ കഴിവുള്ള വ്യക്തിയാണ്. പക്ഷേ ഇതൊന്നും ഇത് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങളൊന്നും ഉപയോഗിച്ചില്ല. അന്നേരം ആ സമയത്ത് ഈഗോ വെച്ചിരുന്നു. അവരുടെ അണ്ടറിൽ എല്ലാവരെയും കിട്ടണം, അവർ പറയുന്നത് കേട്ട് മുന്നോട്ട് നടക്കണം, അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ അത്രയും ഒരു കഴിവുള്ള വ്യക്തി ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ അവരുടെ അണ്ടറിൽ കിട്ടണം, അവർ പറയുന്ന ആ പിടിവാശിക്ക് കിട്ടണം എന്ന് ചിന്തിച്ച് നിന്നു. അപ്പോൾ നിങ്ങളുടെ വില അന്ന് അവർ മനസ്സിലായില്ല. ഇപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങൾ ആരാണ്, മുന്നോട്ടുള്ള ജീവിതം എന്താണ് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. ഇപ്പം അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ അത്രയും അട്രാക്റ്റീവ് ആയിരുന്നല്ലോ എന്നുള്ളൊരു കുറ്റബോധം അവരുടെ മനസ്സിലുണ്ട്. ഞാൻ ഇത് കൈവിട്ട് പോയല്ലോ എന്നുള്ള കുറ്റബോധം അവർക്കുണ്ട്. പാസ്റ്റ് ആലോചിച്ചിരിക്കുന്നു, പാസ്റ്റ് മെമ്മറീസിലിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം പഴയ കാര്യങ്ങളാണ് അവർ ചെയ്ത കാര്യങ്ങളാണ് അവരുടെ മനസ്സിലിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പാസ്റ്റ് ചെയ്ത ഏതൊക്കെ രീതിയിൽ നിങ്ങളെ തരം താഴ്ത്തിയിട്ടുണ്ടോ, മറ്റുള്ളവരുടെ തരം താഴ്ത്തിയിട്ടുണ്ടോ, നിങ്ങൾക്ക് വേണ്ട പരിചരണമോ സ്നേഹമോ തരാതെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ, ഇപ്പോൾ അതൊക്കെ അവർ ചിന്തിച്ച് ദുഃഖിക്കുന്നതായിട്ടാണ്. കൂടെ തന്നെ കൊണ്ട് നടന്നതിന് അവസാനം കൈവിട്ടൊരവസ്ഥയായി പോയല്ലോ എന്നുള്ള ഒരു ചിന്ത. ഇനിയും ആ ഒരു ജീവിതത്തിന് വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ ഈ 3 കാർഡ്സിലൂടെ കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു, പാസ്റ്റ് മെമ്മറീസിൽ ഇരിക്കുന്നു, വളരെ ദുഃഖത്തോടെ ഇരിക്കുന്നു. അത്രയും എന്ത് തന്നെയാണെങ്കിലും കൂടെയുള്ള സമയത്ത് കുറച്ച് കാലമാണെങ്കിലും കെയറിങ്ങും സപ്പോർട്ടൊക്കെ തന്നതാണ്. അത്രയും കെയറിങ് കൊടുത്ത് നോക്കി വളർത്തിയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത, ആ ഒരു ഓർമ്മ അവരിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പാസ്റ്റിൽ കുറേ സ്നേഹത്തിലൊക്കെ നിന്നുണ്ടാവും. പിന്നെയായിരിക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിളിലാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും സെപ്പറേഷനിൽ വന്നത്. അപ്പം മുന്നോട്ടേക്കുള്ള ജീവിത വിജയത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നതായിരിക്കും. മുന്നോട്ടേക്ക് ഒരു ഉയർച്ചയ്ക്ക് മുന്നോട്ട് പോകണം, നല്ല ഒരു വെളിച്ചത്തിലേക്ക് പോകണം, പ്രകാശത്തിലേക്ക് പോകണം. അതാണ് സൺ കാർഡ് ലാസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു, മുന്നോട്ടുള്ള സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കണം, ഒരു പുതിയ പ്രകാശം ജീവിതത്തിലേക്ക് വരണം എന്നാഗ്രഹം. കഴിഞ്ഞതെല്ലാം പല കാര്യങ്ങളും ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട്, അത് ഇപ്പുറത്താണ്, പാസ്റ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി മുന്നോട്ടേക്കാണ് പോണത്. ഈ ബാക്കിൽ ഉള്ള കാര്യങ്ങളൊന്നല്ല ഇനിയിപ്പോൾ അവരുടെ മനസ്സിലുള്ളത്, അവർ മുന്നോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ മുന്നോട്ടേക്ക് ചിന്തിച്ചിരിക്കുന്നു, അതൊരു വിജയത്തിലെത്തണം, ഒരു പ്രകാശത്തോടെയുള്ള നല്ല സന്തോഷത്തോടെയുള്ള ജീവിതം വേണം എന്നൊക്കെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. പാസ്റ്റ് മെമ്മറീസിൽ ദുഃഖിക്കുന്നു. അവർ ഒരു ഓഫറുമായിട്ട് ഫസ്റ്റ് തന്നെ വന്നൊരു ഓഫറുമായിട്ട് വന്നാലോ എന്ന് ചിന്തിച്ച് ഒരുപാട് മനസ്സ് തുറന്ന് സ്നേഹത്തോടെ നിങ്ങളെ സ്വീകരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്.
ഒരു മാരേജ് ഒക്കെ ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 2 ഓഫ് കപ്പാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷനാണ്. അപ്പോൾ അങ്ങനെയൊരു ബന്ധമാണ് ഇത് എന്നാണ് കാണുന്നത്. അതെല്ലാം പഴയ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരിപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അവരിൽ ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാകുന്നുണ്ട്. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു വ്യക്തത വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവരിപ്പോൾ അവരുടെ ഈഗോ മാറ്റി വെച്ച് മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് തീരുമാനം. മനസ്സിലുള്ള ഈഗോ വെച്ച് ഈഗോ ആയതുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ സംഭവിച്ചതെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വാല്യൂ മറ്റുള്ളവരുടെ ഇടയിലൊക്കെ തരം താഴ്ത്തി സംസാരിക്കണം, പെരുമാറേണ്ടൊക്കെ വന്നത് അവർ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായി. നിങ്ങൾ ഇട്ടുപോയി അവിടെ തന്നെ ഉണ്ടാവും എന്ന് ചിന്തിച്ചു. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതിപ്പോൾ വിട്ടുപോയല്ലോ എന്നുള്ള ചിന്ത. അവർ നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവർ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ അവർക്ക് പല കുറ്റബോധങ്ങളും തോന്നുന്നുണ്ട്. നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.